വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്നാണ് എൻഗേജ്മെൻറ്റിൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുലർച്ചെ എത്ര മണിയാകുമ്പോൾ നമ്മൾ എണിച്ചിട്ടുണ്ടാവും? പൊന്നു പോയിട്ട് ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒരു 3 മണിയാകുമ്പോൾ എണിച്ചാ കേട്ടോ. അത് കഴിഞ്ഞ ശേഷം കാത്തു കഴിഞ്ഞിട്ട് ഞാൻ എണിച്ചു വന്നല്ലോ. 3 മണിക്ക് എണിച്ചാട്ടോ. അന്ന് എല്ലാ കാര്യം നടന്നു ഇല്ല. എനിക്ക് വേറെ ഇന്നലെ ഇന്നത്തെ അടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു, പോസ്റ്റ് ചെയ്യാണ്ടായിരുന്നു. എഡിറ്റിങ്ങും പോസ്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റാണ്ട് ഇങ്ങനെ പോവുകയാണ്. റേഞ്ച് ഇല്ലാണ്ടോ അങ്ങനെ പ്രശ്നമോ കാരണം നമുക്ക് കഷ്ടക്കാലം പിടിച്ചവർക്ക് എപ്പോഴും കഷ്ടക്കാലമല്ല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എഡിറ്റിങ്ങും പോസ്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇന്നത്തെ മേക്കപ്പ് വീഡിയോ ഒക്കെ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പരമാവധി എടുക്കാം. അല്ല കുഞ്ഞാ ഇന്ന് എൻഗേജ്മെൻ്റ് അല്ലേ? കുഞ്ഞിൻ്റെ ആണോ? ആരുടെ? ഇന്നലെ ഷൈല ചേച്ചി കുഞ്ഞിൻ്റെ. അപ്പോൾ അങ്ങനെ എന്നേട്ടാ ഏട്ടൻ ഡൈഗി അടിക്കണം. അത്ര ഒരു ആവശ്യമില്ല കേട്ടോ, വെറുതെ അടിച്ചുകൊടുക്കട്ടെ അനി പെണങ്ങും. അപ്പോൾ അതേ അങ്ങനെ ഞങ്ങൾ മേക്കപ്പൊക്കെ കഴിഞ്ഞു. അച്ഛനും കുടുക്കലും കുണിക്കൊക്കെ വണ്ടിയിൽ ഇറക്കുന്നുണ്ട്. ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം സാധിച്ചില്ലെന്ന് 25 വർഷങ്ങൾക്ക് ശേഷം ഞാൻ റെഡ് സാരി എടുത്തു. എന്താ പറയാനുള്ളത്? റെഡ് സാരി നിരോധിച്ചതായിരുന്നു. എടുത്ത സാരി ആർക്കോ കൊടുത്തിട്ട് എല്ലാവരും റെഡ്. ഇതാ കുഞ്ഞങ്ങോട്ട് നടന്നു പോയിട്ടാണ്. കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് സംഗീത അനിൽകുമാറാണ്. വരൂ. എനിക്കൊരു ഭാവി ഉണ്ടല്ല ഡ്രസ്സ് ഡിസൈൻ. ഇല്ല ഇല്ലടി. ഹലോ. 2 വർക്ക് കഴിഞ്ഞ് വന്നു. വടത്തും കഴിഞ്ഞ് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ മകൾക്ക് മാത്രം ഒരു മേക്കപ്പ് പോലും. മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ മകളുടെ മേക്കപ്പ് സംഗീത അനിൽകുമാർ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഹിമാലയുടെ ക്രീമൊക്കെ തേച്ച് ഒരു പൊട്ട് കുത്തിയിട്ടുണ്ട്. പാമ്പസിട്ട് വന്നിട്ട് അമ്മാമല്ലേ പൊന്നിനെ കുപ്പിച്ചെന്നതൊക്കെ അല്ലേ തൊണ്ടമ്മാമയാണോ? ആണോ? കാത്തിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു കല്യാണത്തിന് കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മളാണ് കാത്തു വയറ്റിലും ഇതൊക്കെ എടുക്കണമെങ്കിൽ ഞാൻ വേണം. 4 മാസം കുഞ്ഞു വയറ് വന്നിട്ടുണ്ടായിരുന്നല്ലേ? ഇല്ല, അന്ന് കുറച്ച് വയറ് കണ്ടപ്പോഴാണ് നമ്മുടെ വീഡിയോ. അതൊക്കെ അങ്ങനെ തന്നെയാ. ചുട്ടി കല്യാണം പോയിട്ടുള്ള ചുട്ടിയുടെ കൂടെ നിൽക്കും. പിന്നെയല്ലേ കല്യാണം അല്ലാതെ. നിങ്ങൾ ആദ്യം കിടന്നോ? അതൊന്നും അമർത്തിയാൽ പോവില്ല, എല്ലാവരും പോവില്ല. പോവാ നമുക്ക്. അമർത്ത്. എന്നോട് റിയൽസിങ്ങിന് എടുക്കാൻ തുടങ്ങുന്നു നിൽക്കണെങ്കിൽ. എന്നേട്ടൻ പറഞ്ഞില്ല 25 വർഷങ്ങൾക്ക് ശേഷം ഈ റെഡ് സാരി എടുത്തിട്ട് എങ്ങനെയുണ്ടോ ഇടിത്ത 1000 ഞാൻ റെഡ് കൊടുക്കാൻ ബാക്കി കേട്ടിട്ട്. റെഡ് സാരിയിലല്ല ഇരിക്കുന്ന കാര്യങ്ങള്. പിന്നെ എന്തിനാ എന്നോട് റെഡ് സാരി എടുക്കണ്ടാന്ന്? സാരി എടുത്താൽ പറഞ്ഞാൽ ആ തുളസി പൂവൊക്കെ ചൂടി വന്നിട്ട്
അങ്ങനെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞത് ഞാൻ കുറച്ച് സംസാരിച്ചതാണ് ഞാനും കുഞ്ഞിനും കൂടിയിട്ട്. പക്ഷെ അതൊന്നും ക്യാമറയിൽ കിട്ടിയില്ല, ശബ്ദമൊന്നും കിട്ടിയില്ല, ആ വോയിസ് ഒന്നും കിട്ടിയില്ല. വോയിസ് ഞാൻ ഡബ് ചെയ്യാം കേട്ടോ. പിന്നെ കുഞ്ഞിട്ട് ഓർണമെൻറ്റ്സൊക്കെ നമ്മുടെ രണ്ടിൽ ഓർണമെൻറ്റ്സിൻ്റെയാണ് കേട്ടോ. മഹാലക്ഷ്മി രണ്ടിൽ ഓർണമെൻറ്റ്സിൻ്റെയാണ്. അപ്പം മുൻകൂട്ടി ബുക്ക് ചെയ്യുക. ഓൾ കേരളയാണ് കേട്ടോ സർവീസ്. ബുക്കിങ് ഞങ്ങൾക്ക് ബുക്കിങ് നമ്മൾ റെൻറ്റിനാണ് ഓർണമെൻറ്റ്സ് കൊടുക്കുന്നത്. എനിക്ക് എത്ര കണ്ടിട്ടും മതിയാവണില്ല. ഞാനാണ് ഈ മാല സെലക്ട് ചെയ്തത്. അല്ല ഈ മാല കൂടെ ഇതിലേക്ക് ഏറ്റവും സെറ്റ് ചെയ്തത്. പേര് പ്രത്യേകം ഭയങ്കര പേരും തീർച്ചയായിട്ടും കിട്ടില്ല. ഞങ്ങളിത് സെറ്റായിട്ട് എടുത്തല്ല. അതായത് ഞാൻ ഇങ്ങനെ ഒരു വൈറ്റ് റെഡ് വേണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നെ അത് ഈ പ്രാവശ്യം കുഞ്ഞിനെ വൈറ്റ് റെഡ് ഡ്രസ്സാണ് ഇടിയിക്കാന്ന് എൻ്റെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നു. അതിന് വേണ്ടി ഞാൻ എൻ്റെ കണ്ണുകൾ അതിന് മാത്രം ഞാൻ വിളിച്ചു. സത്യം ഞാൻ എത്ര കഷ്ടപ്പെടാന്നറിയാം ഈ ഒരു ഡ്രസ്സിന് ഒരു കോമ. അപ്പോഴൊക്കെ പെട്ടെന്ന് കിട്ടി നിൽക്കുന്നതാണ്. എല്ലാ പ്രാവശ്യം അത്ര കഷ്ടപ്പാടും ഷാളിന് മാത്രം കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടുള്ളൂ. ബാക്കി നമുക്ക് സെറ്റ്. ഈ ഷാളിൽ കുഞ്ഞാ നമുക്ക് ഷാൾ അവിടെ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ സത്യം പറഞ്ഞാൽ ഈ ട്രഡീഷണലിലേക്ക് ഏറ്റവും ഈ ഒരു ഡിസൈൻ ഭയങ്കര നമുക്ക് കാണുമ്പോഴേക്കേ ഡിസൈൻ ഒരു പഴഞ്ച മോഡല് നമ്മൾ ചിന്തിച്ചു. അത്രയും സൂപ്പറാണ് കുഞ്ഞാ. സൂപ്പർ എന്ന് വെച്ചാൽ കുഞ്ഞിനെ പഠിത്താത്ത ഏറ്റവും ധാരണകൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ ഇത് തന്നെയായിരിക്കും. അത്രയും കളിക്കുന്ന വെച്ചാൽ നിന്റെ ഉണ്ട്. പിന്നെയും അന്ന് ഷൂട്ട് ചെയ്ത് റെഡ് പാട് പന്നേച്ചിരി നിന്റെ പാവാട ബ്ലൗസ് റോസ് പന്നേച്ചിരി ഫുൾ കൈ അടിച്ചിട്ട് നമ്മളെ കുളത്തിലാണ്. അത് നല്ല റെഡ് ഞാൻ അങ്ങനെ ആരും എടുക്കാറില്ല. പക്ഷെ എനിക്കിപ്പോ റെഡിനൊരു ആവശ്യം കയറിയിട്ടാവും. ഞാൻ ഇനി നമ്മള് കല്യാണത്തിന് എന്തെടുക്കും? അമ്മയ്ക്കാണ് ക്ഷാമം. ഞാനും ഇത്ര നല്ലിട്ട് വിചാരിച്ചിരുന്നു ഇങ്ങനെ എൻഗേജ്മെന്റ് ഒക്കെ വരുമ്പോ എന്ത് ചെയ്തു നല്ല നല്ല മോഡലുകളല്ലേ പോണേന്ന്. പക്ഷെ അമ്മയ്ക്ക് അതിനൊരു ക്ഷാമം. അമ്മയുടെ മൈൻഡിൽ ഇവർക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് ഇവര് മോഡലുകൾ നമുക്ക് എന്നെ സംബന്ധിച്ച് അവർക്ക് ഉടുപ്പ് മോഡലായിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ എന്നോട് കൂട്ടിയത്. എത്ര വർഷങ്ങളായിട്ട് ഇവര് വേണ്ടി ഞാൻ ഓരോ ഡ്രസ്സ് ഇങ്ങനെ അടിപ്പിച്ചോണ്ടിരിക്കണം. പണ്ട് തൊട്ടേ ഡ്രസ്സ് അടിപ്പിക്കുമ്പോ ആ അടിക്കുന്ന നമ്മളെ കണ്ടിട്ട് അടിക്കുന്നോടത്ത് പണ്ടേ കൊടുക്കാറുണ്ട് നമ്മുടെ നാട്ടിലുള്ളത്. ഞങ്ങളിത് ഡ്രസ്സ് അടക്കം മേടിച്ചോണ്ടായിട്ട് മോഡല് മേടിച്ചോണ്ട് ഇഷ്ടം പോലെ അടിച്ചോണ്ട് കേട്ടാ. അതിപ്പോ ഇഷ്ടം പോലെ. പക്ഷെ അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് എന്റെ മൈൻഡിൽ അങ്ങനെ ഞാൻ അതേപോലെ എന്നെ സംബന്ധിച്ച് അവരെ നിങ്ങൾ ഇതാവണില്ല. പക്ഷെ എനിക്കിഷ്ടം എൻ്റെ മക്കളെ ഞാൻ ഏറ്റവും കാണാൻ കൊതിക്കണ ഗുരുവായൂർക്ക് നമ്മൾ പോകുമ്പോൾ സെയിം ആയിട്ടുള്ള സെറ്റായിട്ടുള്ള. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും എൻ്റെ മക്കളിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് എന്താ വെച്ചാൽ പൊന്നിനാകുമ്പോൾ ഇപ്പോൾ സാരി, കുഞ്ഞിനൊരു സാരി, പട്ടുപാവാടി ബ്ലൗസും ധാവണി. ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം പറഞ്ഞാൽ പാവാടി ബ്ലൗസും. അതായത് കുണിക്കായാലും പാവാടി ബ്ലൗസ്. ഇപ്പോൾ കാർത്തൂര് ഞാൻ അതിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ പാവാടി ബ്ലൗസും. ട്രഡീഷണലിനോട് കൂടുതൽ ഇഷ്ടം. എന്തൊക്കെ ആയാലും എനിക്ക് ഡയമണ്ടിന്റെ മാലയ്ക്ക് അതിനോടൊന്നും എനിക്ക് അത്ര. ഞാൻ ഷോപ്പിലുണ്ടെങ്കിലും പോലും ഞങ്ങളിപ്പോ കുണിക്കിയുടെ ആ കാർത്തിന്റെ അന്ന് രാത്രി ഫംഗ്ഷനായിട്ട് വെച്ചിരുന്നു. എനിക്ക് ശരിക്കും കൊണ്ടുവരാമായിരുന്നു. അത് ഇടുമ്പോ വേറെ എന്താ പണ്ട് തൊട്ടേ ട്രഡീഷണലിനോട് ഇഷ്ടമല്ലാണ്ട് വീഡിയോസ് കണ്ടിട്ടോ ഒന്നുമല്ല. വീഡിയോ നിങ്ങൾക്ക് കണ്ടന്റ് ആണ് വീഡിയോ. പക്ഷെ ഒരിക്കലും ഞങ്ങൾ പണ്ടത്തെ വീഡിയോ പണ്ടത്തെ ഫോട്ടോസ് ഇഷ്ടംപോലെ ഉണ്ടാവും. ഞങ്ങൾ ഓണായാലും ഇതായാലും ഞങ്ങൾ ഇങ്ങനത്തെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് തന്നെയാ അല്ലേ ആഘോഷിക്കാം. പക്ഷെ എന്റെ കുഞ്ഞ എനിക്ക് പട്ടുപാട് കണ്ടിട്ട് മതിയാവുന്നില്ല. അത്ര ഇഷ്ടമായിരുന്നു.
അതാണ് എനിക്ക് വിഷമം. അതെനിക്ക് ഞാൻ ഇവരുടെ എപ്പോഴും ഈ ഡ്രസ്സ് കൊണ്ട് ഇരിക്കാറില്ല. ഇത് ഗുരുവായൂർ പോകുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അവരെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് സാധാരണ മുടി വെട്ടിയിട്ടായ പോകും. അപ്പൊ ആ ഡ്രസ്സിന്റെ ഇമേജ് എടുക്കും. നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ അതിന്റെ ലുക്ക് അല്ലെങ്കിൽ അതിൻ്റെതായ മേക്കപ്പും അതിൻ്റെ ശരിക്കും ഭംഗിയെന്ന് പറയുന്നത് പൂജനെ കാണാൻ ഈ പാവാട വേണ്ട ചെറിയ ചെറിയൊരു ഡോട്ട് അത് കാണില്ല കേട്ടോ. പക്ഷെ നമുക്ക് നേരിൽ കാണാൻ വേണ്ടില്ല. അതൊരു പ്രത്യേക ഒരു ഗ്ലേസിങ് ആട്ടോ നമുക്ക് ശോഭ. അത്രയും ഭംഗിയുണ്ട് ആ പാവാടയും ലുക്ക് വേറെ ലെവലെ ഭംഗിയ. എന്തൊരു ഇഷ്ടമാണെന്ന് അറിയാം എനിക്ക് സത്യമാണ്. എൻ്റെ അണ്ണനോ എട്ടെന്തെങ്കിലും ചവിട്ടി പിള്ളേക്ക് കേട്ടിട്ട് നീ എൻ്റെ സാരി ഞാൻ കാട്ടില്ല കേട്ടോ. കുഞ്ഞിൻ്റെ വീടെടുത്തേര് ഞാൻ അടിപൊളി. എനിക്ക് ഈ റെഡ് സാരി ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് നമ്മള് ബ്രൈഡൽ സെറ്റ് കഴിക്കാൻ പോകുമ്പോ ചേച്ചി എന്റെ സാരി റെഡാണല്ലേ, എന്റെ ചേച്ചി എന്റെ സാരി ഇങ്ങനെയാണ് ഇതാണ്. പക്ഷെ ഞാൻ ഈ റെഡിന് ഇട്ടത് നിങ്ങൾ ശ്രദ്ധിച്ച ഗ്രീനാണ്. ഗ്രീൻ കളറിലെ നമ്മുടെ ആന്റിക്കില് റെഡ് ഇല്ലാഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ മേജർ റെഡിന് ഇടുമ്പോ അതൊരു ലുക്കില്ല. പക്ഷെ നമ്മളിപ്പോ പലരും ഇട്ട് തുടങ്ങി റെഡിന് പച്ച കുപ്പികളൊക്കെ ഇട്ട് തുടങ്ങി. പക്ഷെ നമ്മൾ എപ്പോഴും അതിങ്ങനെ വെറൈറ്റി പിന്നെ എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമായിട്ടാ. ഞാനൊരു അമ്മയുടെ ആഗ്രഹം വരെ അമ്മ എടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഞാന് ഒന്നും ചെയ്യില്ല, പട്ടുപാല അടിക്കില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതെടുത്തിട്ട് എനിക്കൊരു ഷൂട്ട് എടുക്കണം. ഇതൊക്കെ എടുത്തിട്ട് നിനക്ക് സേവ് റേറ്റ് തിന്നെടുക്കാലോ. അടിപൊളി സാരി എന്റെ സാരി തടയൊന്നുമില്ല. റെഡ് അമ്മ ഇപ്പൊ എടുത്തിട്ട് എത്ര വർഷമായി? 25 വർഷം അമ്മ റെഡ് സാരി എടുത്തിട്ടാ. ഈ മഞ്ഞ റെഡ് ആക്കിട്ടോ, റെഡ് ഫുള്ളായിട്ട് ഇല്ല. അപ്പൊ അങ്ങനെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളൊരു കൊച്ചു വീഡിയോ ആയിരുന്നു. അപ്പൊ അങ്ങനെ ചെറിയൊരു എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് നമ്മൾ കുഞ്ഞിനെ എൻഗേജ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ പെട്ട് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ. അപ്പൊ വേറെ മോഡ് നമ്മൾ പിടിക്കില്ല കേട്ടാ. അങ്ങനെ നമ്മള് എൻഗേജ്മെന്റ് കഴിഞ്ഞു വന്ന് എല്ലാവരും കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. പിന്നെ പൊന്നു ഷേപ്പി പിള്ളേരെ കൂട്ടിയിട്ട് ടിക്കറ്റ് നമ്മുടെ ആട് ജീവിതത്തിന് ടിക്കറ്റ് എൻഗേജ്മെന്റ് ടിക്കറ്റ് ആയിരിക്കും നമ്മൾ അങ്ങോട്ട് പോകേണ്ടിരിക്കുന്നു. പിന്നെ സിനിമ കണ്ട് മനസ്സ് എൻജോയ്മെന്റ് ചെയ്യാന്ന് വെച്ചു. ഞാൻ സിനിമ അതും കരയാന്ന് വിചാരിച്ചു. കരയുടെ സിനിമയാണ്. അപ്പൊ ഞങ്ങൾ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ രാത്രിക്ക് ഒരു ഫുൾ മന്തി ഞങ്ങൾക്ക് ധാരാളം കേട്ടോ. ഫുൾ മന്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ധാരാളം ഇന്നത് കാണുമ്പോൾ എനിക്ക് അല്ലെങ്കിൽ സത്യമായി ഞങ്ങൾക്ക് ഒരു പാക്കറ്റ് പൊളിക്കണ്ട കേട്ടോ. ഒരു മിനിറ്റ് ഒരു പാക്കറ്റ് പൊളിക്കണ്ട കേട്ടോ. ഇന്ന് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് തയ്ക്കുന്നത് കുറുക്കൻ ആകെ 2 പറ്റി ചോറ് പുളിങ്ങിട്ട് പോയി. ഒറ്റ ഫുഡും കുറുക്കൻ കഴിച്ചിട്ടില്ല. ഞാൻ രാവിലെ ക്ഷീണിച്ച് കൊടുക്കാൻ തുടങ്ങി. ഞാൻ ഭയങ്കര വിഷമം മനസ്സിന്. എന്താ വെച്ചാൽ നമ്മളൊരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഭയങ്കര എൻജോയ്മെന്റ്, ഓടി കളി ചാടി മതി കേട്ടോ. അപ്പൊ അവിടെ കുറച്ച് ഞങ്ങൾക്ക് പോകുന്നു. നമ്മൾ നമ്മുടെ വീട്ടിലൊരു പരിപാടി നമ്മൾക്ക് ഒരു മനസ്സിലൊരിതുണ്ടാവും കുട്ടികൾക്ക് എൻജോയ്മെന്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ കൊടുക്കാനുള്ള കുറേ സാധനം നമ്മുടെ വീട്ടിലത്തെ പരിപാടിയാണ്. അപ്പൊ എൻജോയ്മെന്റിനാണ്. അപ്പൊ ഞങ്ങൾ പിന്നെ വന്ന് ഞങ്ങൾ എല്ലാവരും ഉറങ്ങി അല്ലേ. പിന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തു. അവന് ഭയങ്കര വിഷമം, തീരെ വയ്യ. പിന്നെ തീരെ രാവിലത്തെ വർക്കിന് പോയപ്പോ അവര് പറഞ്ഞു ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. അവര് ആദ്യത്തെ വർക്കിന് പോയി ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ എനിക്ക് പിന്നെ രണ്ടാമത്തെ വർക്കിലാണ് ഞാൻ അവിടുന്ന് വേഗം കൊണ്ട് പോകുന്നു. 3 മണിക്ക് പോയി പൊന്നു വർക്കിന് 3 മണിക്ക് പോയി 10 നമ്മുടെ കാത്തും മേടിച്ചു. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവളിങ്ങനെ ചെറുക്കാൻ പിന്നെ പാല് കാച്ചി അവൾക്ക് പൊടി ഇളക്കി കൊടുത്തു, കുടിച്ചു. പിന്നെ കുറച്ച് നേരം തോളത്തൊക്കെ ഒരു 6:30 ആകുമ്പോഴാട്ടോ അവൾ ഉറങ്ങിയത്. തട്ടി 3 മണിക്ക് കഴിച്ചിട്ടാ. എന്നിട്ട് കോട്ടയം ഇടുന്നത് ഞാൻ കോട്ടയം മോത്ത ചെറുക്കുക. ഞാൻ ഉറക്കിയത് പിന്നെ ഞാൻ ഉറങ്ങിയില്ല. പിന്നെ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഭക്ഷണത്തിന് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയാലും കഴിക്കാൻ നേരില്ല. എന്താ വെച്ചാൽ 3 മണിക്ക് പോയി വർക്ക് കഴിഞ്ഞാൽ അവൾ അവിടെ നിന്ന് വന്നു. പക്ഷെ നമ്മൾ ചില വീട്ടിലുള്ള വർക്കിന് പോയി കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ്. ചായ ഞാൻ നമ്മൾ രാവിലെ പുലർച്ചെ പോകുമ്പോൾ ഒരു വർക്ക് നമുക്ക് ഗ്ലാസ് കട്ടൻ ചായ കിട്ടുമ്പോഴോ ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു കട്ടൻ ചായ എവിടെയെങ്കിലും കാശില്ലാഞ്ഞിട്ട് ഒരു പാൽ ചായ അടിച്ചാൽ കാശില്ലാഞ്ഞിട്ട്. പക്ഷെ നമ്മൾ പുലർച്ചെ പോകുമ്പോഴേക്കും നമുക്ക് ആ നേരം ഭയങ്കര വയറ് കളിച്ച് എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. 2-3 വർഷം ശതമാനം. പക്ഷെ നമ്മൾ ഓർമ്മയുണ്ട് പെരുമ്പല ഉണ്ണിയപ്പം ഒക്കെ തന്നത്.
അത് ഞാനല്ല. നിന്റെ വാക്കിന് ഞാൻ നിന്റെ കൂടെ വന്നിട്ടാ അറിവുണ്ട് ഉണ്ണിയപ്പം അച്ചപ്പൊക്കെ ഏറ്റവും നല്ല ആൾക്കാരെ ജ്യൂസ് അടിച്ചു 2 പ്രാവശ്യം ഒറ്റ ദിവസം 2 ജ്യൂസ് അടിച്ചു കൊടുക്കുന്നു. ഞങ്ങൾക്ക് മനസ്സിലായി നമ്മൾ അത്രയും ടയേർഡ് ആവണം ഇപ്പൊ പറഞ്ഞു. അങ്ങനെ കണ്ടാലാണ് ഒരു വളരെ കുറവാട്ടാ. ഇന്ന് ശരിക്കും പട്ടിയായിട്ടാണ് എൻ്റെ മോള് വിശന്ന് പട്ടിയുണ്ട് വന്നിട്ട് തല കറങ്ങിയിട്ട് അവള് എയർപോർട്ട് ബിസ്ക്കറ്റ് വിഷമായിട്ട്. പക്ഷെ എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയെന്ന് വെച്ചാൽ 3 ആളെ കുളിപ്പിക്കുക അവരെ കാര്യം കാത്തു എണിച്ചു. പിന്നെ കുറച്ച് 1 മണിക്കൂർ കാത്തെഴുന്നിട്ടുണ്ടായിരുന്നു. കാത്തുനെ ചൊന്നും ഞാൻ എനിക്ക് വീട്ടില് ഫുഡ് ഉണ്ടാക്കുക എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാൻ നല്ലത് എന്റെ കൂടുതൽ ഭയങ്കര ശീലക്കേട് ആരുടെ ശീലക്കേടാ. ഷെബിക്ക് 2 പീസ് ഇല്ല 1 പീസ് മതി. എന്തിനാ അവന്റെ ഞാൻ ഷെയർ ഇട്ടോളാം. ഞാൻ അത് അവന് കൊടുത്തിട്ട് കേട്ടോ. അവന് വിശക്കുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ സിനിമയ്ക്ക് പോവാണ്. ഏത് സിനിമയ്ക്കാ? ആടുജീവിതം കണ്ടിട്ട് വരാട്ടോ. ആടുജീവിതം കണ്ടു കഴിഞ്ഞാൽ കുടുക്കിന് ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം കേട്ടോ ഗൾഫിൽ പോകണമെന്ന് ദുബായി പോകണം എന്നാണ് എൻ്റെ കുടുക്കിന് ഏറ്റവും വലിയ ആഗ്രഹം. അല്ലേ കുടുക്ക? ബോച്ചോട് പറയാം. ബോച്ച ഫ്ലൈറ്റിൽ പിള്ളേരെ കൊണ്ട് ഇനിയൊന്ന് കൊണ്ടുപോകുന്നു. ഫ്ലൈറ്റിൽ കയറാൻ കുട്ടിക്കാൻ ആഗ്രഹം. ബോച്ചോട് പറഞ്ഞാൽ നമുക്ക് ബോച്ചയുടെ ഡ്രസ്സും ഇതിനെങ്ങനെയാണ് എനിക്ക് ബോച്ച എന്താണോ ബോച്ചോട് ഇത്ര ആരാധന? ബോച്ചോട് എന്താ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? മുടി കണ്ടിട്ട് ബോച്ചയുടെ മുടി കണ്ടിട്ട് ഇഷ്ടമാണ്. അതെന്താ ബോച്ചയുടെ മുടിക്ക് ഇത്ര പ്രത്യേകതടാ? കേട്ടതാ ബോച്ചയുടെ എന്താ ഇഷ്ടപ്പെടാൻ മുടി കണ്ടിട്ട്. അപ്പൊ എന്താ ഇപ്പൊ അവന്റെ പോലത്തെ മുടിയാന്ന്. ഞാൻ സിനിമ കൊടുക്കണ കാണിക്കണത് എന്താണെന്ന് പറഞ്ഞു. ഞാൻ ഗൾഫിലേക്ക് പോകണതിൻ്റെ ആഗ്രഹം പറയാൻ കാരണം വെച്ചാൽ അപ്പം ഈ സിനിമയുടെ ഞാൻ ഗൾഫിൽ പോകേണ്ട പൂതിയാണ് മാറിയിട്ട് ഞാൻ രക്ഷപ്പെട്ടല്ല. അല്ലെങ്കിൽ എപ്പോഴും എയർപോർട്ട് റോഡ് കാണുമ്പോൾ പറഞ്ഞിട്ട് ഇച്ചി ദുബായി പോകണമെങ്കിൽ ഫ്ലൈറ്റിൽ കയറണം അമ്മന്ന് പറയും. എന്ത് വേണം? ദുബായിക്ക് പോകണം ഫ്ലൈറ്റിൽ. ലോട്ടറി അടിക്കേണ്ടി വരും മോളെ, വേറൊരു വഴിയില്ല. അത് ഞാൻ പറയാം ഈ സിനിമ അടിക്കുന്ന അവരുടെ ആഗ്രഹം മാറ്റി വെച്ചാൽ പോവാം. കാത്തുമ്മ ഉമ്മോച്ച ചേച്ചി മുമ്പത്തിന്റെ ബാക്കി നോക്കി നടക്കുന്നത്. അല്ല ഒന്നുമില്ല. എന്നാ പോവാനേട്ടാ. അപ്പം ഇന്നലെ വീഡിയോ ഞങ്ങൾക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുത്തു വന്നു, സുഖമായി കിടന്നുറങ്ങി, രാത്രി ഫുഡ് കഴിച്ചു, സിനിമയ്ക്ക് പോയിട്ടാണ്. അപ്പം അതിനായിട്ട് പറഞ്ഞത് സിനിമയ്ക്ക് പോകണ്ട. അപ്പം നമ്മൾ ഈ വീട്ടിലിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന സിനിമയ്ക്ക് ഒരു എൻജോയ്മെൻറ്റ് ലയിച്ചിട്ടാണ് നമ്മൾ ആടുജീവിതം കാണാൻ പോയിട്ടാണ്. ഇട്ടുതരാം. അവിടെ ഉണ്ടാവും, കുഞ്ഞിനോട് ഇട്ടാൽ മതി. ആടുജീവിതത്തെ അപ്പോൾ ആടുജീവിതം കാണാൻ പോയതിട്ടാണ്. അപ്പം എല്ലാവരും പറഞ്ഞു കരച്ചിൽ വരുന്ന ഒരു മൂവിയാണോ അങ്ങനെയാണ് ഇങ്ങനെയാണോ. അപ്പോഴാണ് പറഞ്ഞു എന്തിനാണ് ഈ കരയുടെ സിനിമ കാണുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യത്തിൽ ആലോചിച്ച് ഇന്ന് കര ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. പിന്നെ നീ എന്തിനാ സിനിമയ്ക്ക് അപ്പോൾ ഓരോന്നോരോ നമ്മൾ എത്ര ആത്മാർത്ഥം നമുക്ക് തിരിച്ചറിയാം. അപ്പം നമുക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അത്യാവശ്യം നേരെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം പിന്നെ എന്തിനാ നീ ആ സിനിമയ്ക്ക് പോകണം വെച്ചാൽ പിന്നെ വേണ്ട, നമുക്ക് മനസ്സിൽ സുഖം പോയി കണ്ടിട്ടാണ്. പക്ഷേ എനിക്ക് സിനിമയിൽ ഏറ്റവും ഇഷ്ടമായത് പൃഥ്വിരാജിൻ്റെ അഭിനയം. ശരിക്കും മരുഭൂമിയിലെ നടത്തും അതൊക്കെ എത്ര കുറച്ചിട്ട് ഇങ്ങനെ ഒരു അഭിനയിക്കുക അതന്നെ ഏറ്റവും വലിയൊരു കാണാൻ പറ്റില്ല. അവന്റെ ഷർട്ട് വരുമ്പോൾ ആ ഒരു ശരീരന്റെ പൊന്നോ ഒരു ഭാഗമാണ് ഭയങ്കര ഒരു ടെൻഷൻ തോന്നിയൊരു സീനും. പിന്നെ നമ്മൾ ആ സിനിമ കാണുമ്പോൾ അത് അനുഭവിച്ച ഒരാളുണ്ടല്ലോ ലോകത്ത്. അപ്പോൾ ആളെ പറ്റിയിട്ടുള്ള ഒരു അവസ്ഥ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ തോന്നും കേട്ടോ. പക്ഷേ എനിക്ക് ആ സിനിമയിൽ കുറച്ച് ഒരു ഇത് തോന്നിയൊരു കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ അതായത് സിനിമ പൃഥ്വിരാജ് ഒരു രക്ഷയില്ലാത്ത അഭിനയം. അല്ല പക്ഷെ പൃഥ്വിരാജ് അത്രയും
ഇത്രയും വെയിറ്റുള്ള ഒരാൾ ഇത്രയും തട്ടി കുറച്ച് പിന്നെ ആ എന്തില്ല റൊട്ടിയൊക്കെ തിന്നണ ഭാഗം ശരിക്കും ആടുകൾ തിന്നണ പോലെ എന്ന് വെച്ചാൽ അതാണ് നമ്മൾ അവൻ ആരും കാണില്ല അവൻ്റെ ലൈഫ് 3 വർഷമായിട്ട് ആടുകളിൽ ഒട്ടയത്തിൻ്റെ ഉള്ളിൽ മാത്രമേ അവൻ്റെ രീതികളും പിന്നെ അയ്യോ ആ വെള്ളം എത്തിക്ക് വയ്ക്കുമ്പോഴും ആ താടി കാണുമ്പോൾ അവൻ്റെ അതൊക്കെ ഭയങ്കര ഫീൽ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ആ സിനിമ ഏറ്റവും ഫീലായിട്ട് തോന്നിയ ഒരു ഭാഗം എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഫീലായിട്ട് തോന്നിയ കാര്യം ആ ട്രെയിൻ കയറാൻ നിൽക്കുമ്പോൾ ഭാര്യയുടെ കൈ ട്രെയിൻ വരുമ്പോൾ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് ഭയങ്കര ടെൻഷൻ. എന്താ വെച്ചാൽ അത് ഓരോ ഗൾഫുകാരുടെ ഭാര്യമാരും അനുഭവിച്ച് പോയൊരു ഇതാണ്. അപ്പം ഞാൻ ഒരുപാട് വർഷം ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു ഇതാണ് എയർപോർട്ട്. അതായത് ഇവിടുന്ന് അങ്ങനെ കൊണ്ടാകുമ്പോൾ എയർപോർട്ടിൽ നിന്ന് എഴുതിയ വഴി എത്തുമ്പോൾ ഇങ്ങനെ കൈ പിടിച്ച് അങ്ങനെ നിർത്തുവാനാണ് ഇല്ലേ. അത് നല്ല സ്നേഹിക്കണവര് അല്ലാത്തവര് കൈ കുറച്ച് നേരം പിടിക്കും, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് മാറ്റി പിടിക്കും. അങ്ങനത്തെ ഉണ്ട്. ഉണ്ണി എന്താണെന്ന് എനിക്കറിയാം അല്ലേ. എനിക്ക് എയർപോർട്ടിൽ നിന്ന് എഴുതിയാണ് ഞാൻ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് മുറുക്കും ഞാൻ. എനിക്ക് അത്രയും പിന്നെ നമ്മുടെ ഗതിയാണ്, നമുക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല. അതിനായിട്ട് ഗൾഫിൽ പോയത്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ മാർഗ്ഗമല്ല, നമ്മുടെ മക്കളെ നോക്കണം, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം ഭയങ്കര വലിയ. എനിക്ക് ആ സിനിമയിൽ അവർക്ക് ചെറിയ തെറ്റ് പറ്റിയത് കിസ് തോന്നിയിട്ട് എല്ലാവർക്കും തോന്നുന്നില്ല. അതിൽ എയർപോർട്ടിൽ എത്തിയപ്പോൾ എടുത്ത് പറയുന്നുണ്ട് ആ ചെക്കനോട്, ഞാൻ വാച്ച് ഊരി കൊടുത്തപ്പോൾ അവൻ്റെ മുഖത്തുണ്ടായ പേടി കണ്ടിട്ട് കുട്ടിക്ക് ആ സിനിമയുടെ ശബ്ദം കൂടി പിന്നെ ദുബായി കുട്ടിക്ക് പോകണമെന്നാണ് ഏറ്റവും ആഗ്രഹം. ദുബായി പോയി ഇങ്ങനെ ആവും സിനിമ കാണുമ്പോൾ പറഞ്ഞോട് അമ്മ ഞാൻ ദുബായി പോയി എന്നെ ഇങ്ങനെ ആരും പിടിച്ചോണ്ട് പോകും. അപ്പൊ അങ്ങനെ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കഥ എന്താ വെച്ചാൽ അതിനായിട്ട് ശ്രദ്ധിച്ച എയർപോർട്ടിൽ ഇറങ്ങിയ വെച്ചാൽ അവനോട് പറയുന്നുണ്ട് ഞാൻ ആ വാച്ച് ഊരി കൊടുത്തപ്പം കൂട്ടുകാരന്റെ മുഖത്തുണ്ടായ സന്തോഷം കണ്ടടാന്ന്. പക്ഷെ അവൻ ട്രെയിൻ പോണ വരെ അവന്റെ കയ്യിൽ വാച്ച് ഉണ്ട്, പൃഥ്വിരാജിന്റെ കയ്യിൽ വാച്ച് ഉണ്ട്. അപ്പൊ ഞാൻ ആ ഒരു വാക്ക് അവിടെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ചെക്കൻ പറഞ്ഞോട് എനിക്ക് വിസ ഒന്നും വേണം, എനിക്ക് എന്ത് വേണ്ടെന്ന് പറയണ, എനിക്ക് വേറെ ഒന്നും വേണ്ട, നീ വരുമ്പോഴേക്കും ഒരു വിസ കൊടുത്താൽ മതിയെന്ന് പറയണ്ട് ഒരു കൂട്ടുകാരൻ. അപ്പൊ ആ പറയുമ്പോ അവനെ വാച്ച് ഊരി കൊടുക്കുന്ന ശ്രദ്ധയോടെ ഞാൻ ഇരുന്നത്. പക്ഷെ അല്ല പോണ വരെ എൻ്റെ കയ്യില് വാച്ച് ഉണ്ട്. പക്ഷെ ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ പോയിട്ട് വാച്ച് എനിക്ക് അങ്ങനെ അത് തോന്നി. അത് നമുക്കറിയാം എന്താ ചേട്ടൻ മുമ്പ് എല്ലാ പ്രാവശ്യം വാച്ച് ഊരി കൊടുക്കുന്ന എല്ലാ ഗൾഫുകാരും ചെയ്യണ ഒരു കാര്യമാട്ടാ. അപ്പൊ അതാണ് നമ്മളിതൊന്ന് ശ്രദ്ധിച്ചു. പക്ഷെ അവൻ പോണ എൻ്റെ കയ്യിൽ വാച്ച് കണ്ടു ഞാൻ കേട്ടോ. അപ്പൊ ആ ചൂര് കൊടുത്തായിട്ട് കാണിച്ചില്ല. അത് വേറെ കഥയായിട്ടില്ല. അങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതല്ല. പിന്നെ എനിക്ക് അതിൽ തോന്നിയ ഒരു 2-3 കാര്യം എന്താ വെച്ചാൽ അതില് നജീബ് നല്ല പേര് അല്ലേ, എന്താ പ്രത്യേക പേര് അല്ല എന്താ പേര് മറന്നു. എന്തായാലും ആ ഒറിജിനൽ ആള് ഇത് അനുഭവിച്ച ആള് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു ഞാൻ എന്നേക്കാളും കൂടുതൽ എൻ്റെ ഭാര്യയാണ് ഇവിടെ കിടന്ന് അനുഭവിച്ചതാണ്. അപ്പം കുറച്ച് സീൻ നാട്ടിലത്തെ കുറച്ച് ഭാഗങ്ങളിലും കാണിക്കാമായിരുന്നു. നാട്ടിലത്തെ തീരെ ഭാഗങ്ങൾ കാണിക്കണില്ല, ഭാര്യനെ ഒന്നും കാണിക്കണില്ലെങ്കിൽ ഓക്കെ, ഇങ്ങനൊരു ഭാര്യ മക്കളുണ്ട് അങ്ങനെ പറയണുള്ള ചോദിക്കാം. പക്ഷെ അവരെ കാണിക്കണം, അമ്മയെ ഭാര്യ സ്ഥലം വിറ്റിട്ടാണ് അവിടുന്ന് വന്നത്. അപ്പം അവരൊരു അവസ്ഥ കുറച്ചെങ്കിലും അതിൽ സിനിമയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് കുറച്ച് നേരം അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് നമുക്ക് അവിടെ കുറച്ച് നീട്ടിക്കൊണ്ടേ പോലത്തെ ഒരു ഫീൽ തോന്നി ആ സിനിമയിൽ. കുറ്റല്ല, അപ്പൊ അത് നമുക്ക് തോന്നിയൊരു ഇത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഫീല് തോന്നിയത് ആ സിനിമയിൽ വെച്ചാൽ ആ ഭാര്യ ഭർത്താവിന് ഒരു ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുന്ന കുറെ ഒരു സീനറി ഒരു എഴുത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എവിടെയെന്ന് അറിയാത്തൊരു വിഷമം, ആ സ്ഥലം പോയതിൻ്റെ ഒരു അവസ്ഥ, ആ ഭാര്യ പ്രസവിക്കുന്ന ഒരു നിമിഷം, പ്രസവിക്കുന്നത് അറിയില്ല. അപ്പൊ അങ്ങനെ പല നിമിഷങ്ങളും വരുന്ന അവ ആലോചിക്കുമ്പോൾ അവൾ ഗർഭിണിയാന്നുള്ള അതിൻ്റെ ഒരു ഭാഗം, ഗർഭിണിയാന്ന് പറഞ്ഞിട്ട് പോകണല്ലോ, അതിൻ്റെതായ ഒരു ഭാഗങ്ങളോ കാണിക്കില്ല. അറ്റ്ലീസ്റ്റ് നാട്ടിലേക്ക് വന്ന ഭാര്യ മോനെ കാണുന്ന ഒരു സീനെങ്കിലും ഉൾപ്പെടുത്താമായിരുന്നു എനിക്ക് സിനിമയിൽ എനിക്ക് തോന്നിയതാണ്. മറ്റെല്ലാവരും തോന്നിയത് അവസാനിപ്പിച്ചത് കറക്റ്റ് അതായത് തോന്നിയില്ല. പക്ഷെ ആ സിനിമ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തെടുത്ത സിനിമയാണ്. പൃഥ്വിരാജ് അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇത് തോന്നി, ഒരു ഫാമിലി ആയിട്ട് കൊടുത്തൊരു സിനിമയില്, ഫാമിലി സിനിമയല്ല എന്നാലും അയാളുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ആ ആള് എന്ന് പറയുമ്പോൾ ആ ആളുടെ കൂടെ നിൽക്കുന്ന അമ്മ ഭാര്യ കുട്ടിയില്ലേ ആ ഒരു കഥയെങ്കിലും അല്ലേ ആരോ പറയണു അങ്ങനെ ചെക്കില്ല മരിക്കണതില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു എടീനേക്കർ എത്രയോ നല്ലായിരുന്നു ഉള്ളൊരു കഥയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അല്ലേ. അറിയില്ല, എന്നാലും സെക്കൻഡ് പാർട്ട് എത്ര ഉണ്ടെങ്കിലും
ഇവിടെ വന്നിട്ട് അവരനുഭവിച്ച ഒരു അവസ്ഥ ഉണ്ടല്ലോ അതിന് സെക്കൻഡ് പാർട്ട് എടുത്തിട്ട് കാര്യം വരുന്നില്ല. ഇനി അവിടെ വന്നിട്ട് കാണുമ്പോഴുള്ള സന്തോഷങ്ങളും കാര്യങ്ങൾ മാത്രം പറയില്ല, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചെന്ന് കഥ കാണിക്കണ പോലെ കാണിക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളെ സിനിമ കഥ പറഞ്ഞിട്ട് ആൾക്കാര് ഇല്ല, സിനിമ കഥ പറഞ്ഞിട്ട് വെറുപ്പിച്ചതല്ല. എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇതിൽ പോയി കണ്ട സിനിമയുടെ ഭയങ്കര എന്നിട്ട് ഓടിച്ചിട്ട് കണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ആരെക്കഴിഞ്ഞ് പഴങ്കഞ്ഞ റിലീസായി അന്നോട്ട് തുടങ്ങിയിട്ട് ഇവിടെ കുറിച്ചിട്ട് പിന്നെ പൃഥ്വിരാജിന് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. ഞാൻ പറഞ്ഞു ഇന്നലെ വേണ്ട എന്നൊക്കെ ആക്കാം. ഹേയ് എത്ര മണിക്കുള്ള ഷോക്ക് അറ്റൻഡ പോയി? രാത്രി 11:30 രാവിലെ ഗുരുവായൂർ പോയി. ഈ നാളെ അപ്പം നമ്മൾ കാർത്തുമ്പോളൊക്കെ ചോറൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നാളെ ഒരു അമ്പലത്തിൽ ചോറ് കൊടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സിനിമയുടെ കഥ പറയണമെന്ന് വെച്ച് വന്നിരുന്നതല്ല, എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാലോ, അഭിപ്രായങ്ങൾ പറയാലോ. നമ്മൾ എനിക്ക് ആ സിനിമ കുറേ നേരം മരുഭൂമി മാത്രമായപ്പോൾ നല്ല എനിക്ക് സത്യം ഒരു സിനിമയ്ക്ക് പോലും ഉറക്കം വരാറില്ല. എനിക്ക് ഇന്നലത്തെ സിനിമ ജസ്റ്റ് കുറച്ച് ഉറക്കമൊക്കെ വന്നു കേട്ടോ. കണ്ടാടത്തോടെ ഫീൽ ചെയ്തു. ആ മരുഭൂമിയിലെ റിപ്പിറ്റേഷൻ അങ്ങനെ കുറെ കാണിച്ചപ്പോ എന്തോ ഒരു ഫീൽ തോന്നി. എന്നാലും കുഴപ്പമില്ല. പൃഥ്വിരാജിന്റെ ശരീരം അത് അങ്ങനെ ആക്കിയെടുത്തതിന് ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. ഇങ്ങനെ ഒരു മനുഷ്യൻ പിന്നെ ആ അഭിനയിക്കുമ്പോൾ ആ മരുഭൂമിയിലെ കഷ്ടപ്പാടുകൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെ ഒരു സിനിമ എന്തായാലും ഷൂട്ട് ചെയ്ത് വന്നിട്ട് അപ്പം അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അത് ഇതും കൂടി ചെയ്തെങ്കിൽ കുറെ ബോറടി മാറ്റാമായിരുന്നു സിനിമയിൽ. ബോറടി വെച്ചാൽ കുറച്ചിങ്ങനെ നീട്ടി കൊണ്ടുപോയ പോലെ തോന്നി സിനിമ അല്ലേ. കുറേ ഭാഗങ്ങൾ ഇങ്ങനെ നീട്ടി തന്നെയാണ് റോഡ് കാണാനുള്ളൊരു അല്ലെങ്കിൽ നാട് എത്തിപ്പെടാനുള്ള ഒരു യാത്രയിൽ കുറച്ച് ഇതായി അത്രേ ഉള്ളൂ. കാര്യമില്ല. അടുത്ത പടം നമുക്ക് പിടിക്കുമ്പോൾ സെറ്റാക്കും. അടുത്തത് ലാലേട്ടൻ്റെ മോൻ്റെയും പിന്നെ ശ്രീനിവാസൻ്റെ മോൻ്റെയും ശ്രീനിവാസൻ്റെ മോൻ്റെ കൂടെ സിനിമ ഇറങ്ങണമെങ്കിൽ ഞങ്ങൾ ഈ സിനിമയ്ക്ക് വരുമ്പോൾ എൻ്റെ ഭാഗങ്ങൾ കാണിക്കണം. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കാണുന്നത്. എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് തമാശ സിനിമ കാണുമ്പോൾ അതിന് ഇഷ്ടമുള്ളട്ടെ എന്താ വെച്ചാൽ ദുഃഖമൊക്കെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യത്തിലേറിയിട്ട് സന്തോഷമുണ്ട് കേട്ടോ, അതൊന്നും ഇല്ലായൊന്നുമില്ല. എന്നാലും ചിരിക്കാൻ ആരും ഇഷ്ടപ്പെടാത്തല്ലേ. അപ്പോൾ അങ്ങനെ അല്ലേ കേട്ടാ. തീർച്ചയായിട്ടും ഒരു അടുത്തൊരു രംഗത്തിലേക്ക് നമ്മൾ കാണാം വേറൊരു സീനായിട്ട്. എന്ത് സീൻ? അടുത്ത സിനിമ നല്ലത്. ഇത് ഇങ്ങനെ മനസ്സിലൊരു നോക്കിക്കോ, നിങ്ങളിങ്ങനെ നിങ്ങൾ കണ്ടിട്ടല്ല. വിഷു കഴിയട്ടെ, വിഷബമ്പർ അടിക്കട്ടെ. അടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് അടിക്കണം എന്നൊരു കാര്യം. അപ്പൊ കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ ഇപ്പൊ ഉള്ളത് ആർക്കാലും കൊടുത്ത് ഒഴിവാക്കുന്നുണ്ട്. നല്ല കയ്യിൽ അസുഖങ്ങൾ കുറച്ച് കൂടുതലുണ്ട്. ഇപ്പൊ അത് എനിക്ക് ജ്വല്ലറിയിലേക്ക് ഒന്ന് കയറാൻ കേട്ടോ. ജ്വല്ലറിയിലേക്ക് കയറാനാ? മഹാലക്ഷ്മി ജ്വല്ലറി സ്വർണ്ണക്കടയിൽ സ്വർണ്ണ ആഗ്രഹമുണ്ട്. ഇത്ര നാൾ ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം ഉപേക്ഷിച്ചത് ഇപ്പൊ എന്താ 2 പ്രാവശ്യം എടുക്കാനൊക്കെ ആഗ്രഹം. പിന്നെ ആഗ്രഹിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, സ്വർണ്ണക്കടയിലത്തെ ആഗ്രഹങ്ങൾ തൽക്കാലം മാറ്റി വെച്ചാൽ നമ്മുടെ അസുഖങ്ങളായിട്ട് മാറാൻ വേണ്ടിട്ട് അതെന്തായാലും മാറണില്ല. കുറച്ച് നല്ല ചെയിനും നല്ല കമ്മലുമാരൊക്കെ ഇട്ട് ചത്തോളൂ. അതെ, ചത്ത് എടുക്കണം, ചമഞ്ഞ് എടുക്കണം മനുഷ്യ പറയും. ഓക്കെ, നമുക്ക് വേറെ എന്തെങ്കിലും പറയണ്ട. സ്വർണ്ണക്കടയിൽ കയറണ്ട. സ്വർണ്ണക്കടയിൽ പരസ്യമില്ല. കുന്നോളത്ത് റോയൽ ജ്വല്ലറിയുടെ വലിയ ഷോറൂം വരുന്നുണ്ട്. അല്ല, അത് ഉദ്ഘാടനത്തിന്റെ അന്ന് ചായയും വടയും ഉണ്ടാവും. നമ്മുടെ നാട്ടുകാരോട് ഒരു ഉപകാരം. പിന്നെ നമ്മളെന്തിനു വെറുതെ അവർക്ക് പോയി മനുഷ്യന്റെ ഒരു കാര്യം. അപ്പൊ പോയാലോ ആൾക്കാരെ വെറുപ്പിച്ചു തോന്നുന്നു. അച്ഛന് 2 ദിവസമായിട്ട് ഭയങ്കര ടെൻഷനാണ്. ഈ ചിരി ഉള്ളിൽ നിന്നുള്ള ചിരിയല്ല, അത് എനിക്ക് നല്ലോണം അറിയാം. വെച്ച് കെട്ടിയിട്ടുള്ള ചിരിയാണ് ഇന്നത്തെ അച്ഛൻ്റെ ചിരി. മിഞ്ഞാന്ന് തൊട്ട് അച്ഛൻ്റെ മൂഡ് ഡള്ളാണ്. മിഞ്ഞാന്നേക്ക് തോന്നുന്നു രാത്രി 9:30 ആയപ്പോൾ തുടങ്ങിയൊരു വിഷമാണ്. അത് ഈ നിമിഷം വരെ മാറിയിട്ടില്ല. അത് വിഷമാണ്, അത്രയുള്ള വിഷമാണ്. അത് കാര്യമില്ല ചേട്ടാ. ലാലേട്ടൻ എന്താ പറഞ്ഞത്? ഡബിങ് പോയി കേട്ടാ. അത് ഫുള്ളോടെ സംസാരിക്കില്ല. അതൊക്കെ ഡബ് ചെയ്ത് പോയി. അതൊക്കെ ഫാസ്റ്റ് ആക്കി കൊടുത്തു. അപ്പൊ ലാലേട്ടൻ എന്താ പറയുന്നത്?
ഏത് നായിന്റെ മോനൊരു കാലുണ്ട് അത് സിമ്പിളായിട്ട് പറയാൻ അത് ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ് അതങ്ങനെ പറഞ്ഞാൽ അതിന് നമ്മൾ അത് പറയുമ്പോഴേ ഫാമിലി ബ്ലോഗ് അല്ലേ അതോ കുട്ടികള് പിന്നെ ലാലേട്ടൻ സിനിമയുടെ കുട്ടികളുടെ വലിയൊരു മാത്രമല്ല പാലേട്ടൻ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ് ഏതൊരു നായിന്റെ മോനുണ്ട് ഒരു കാലം എന്നാ അതേ ആ കാലത്തിന് വേണ്ടിയാണ് ഞാൻ എന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. തൽക്കാലം നടക്കുന്നു ദൈവത്തിന് വിചാരിച്ച് നടക്കാത്ത എന്താണ് അതല്ലേ ദൈവത്തിനെ നമ്മളെ അങ്ങനെ നടത്തിക്കരുത് തല തിരിച്ചിട്ട്. ഗുരുവായൂരപ്പനോട് കുറച്ച് പരാതിയൊക്കെ പറഞ്ഞു. ഇന്ന് വരെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി ഞാൻ പരാതി ഇന്ന് വരെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി ഞാൻ പരാതി പറഞ്ഞ എന്ന് ഞാൻ ഗുരുവായൂരപ്പനോട് ഞാൻ പറഞ്ഞു എൻ്റെ അനിയൻ്റെ എൻ്റെ പൊന്നിൻ്റെ മക്കൾക്കും എനിക്കും മറ്റെല്ലാവർക്കും ദീർഘായുസ്സോടെ ആപത്തൊന്നും വരുത്തരുത്. ഞങ്ങളുടെ ബിസിനസ് ഏതാണ് അത് നല്ല നിലയ്ക്ക് പോകണം, ഞങ്ങളുടെ വീഡിയോസ് നല്ല നിലയ്ക്ക് പോകണം. ഇത്ര ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ കടങ്ങളൊക്കെ ഒന്ന് വീടി സമാധാനമായിട്ടുള്ള ജീവിതം ഇത്ര ഞാൻ ഗുരുവായൂരപ്പനോട് ഏത് അമ്പലത്തിൽ പോയാലും ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് ഇത്ര ഉള്ളൂ കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ ഗുരുവായൂരപ്പനോട് എന്റെ കണ്ണ് നിറഞ്ഞിട്ട് 2-3 കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഞാൻ അടുത്തില്ല. എന്താ വെച്ചാലേ ഞാനും പൊന്നും കാർത്തും കുടുക്കനും കുടിക്കും കൂടിയിട്ട് കാര്യത്തിൽ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താവിനും കുട്ടിക്കും കുഞ്ഞ് 2 കുട്ടികളും കൂടി വേണം കേറാന്ന് പറഞ്ഞിട്ട് അപ്പൊ ചെറിയ കുട്ടികളുണ്ട് പേരിലെങ്കിലും ഉണ്ണിയാണ് മറ്റൊരു കുഞ്ഞനാണെന്ന് ഞങ്ങൾ പറഞ്ഞു വേണ്ട ഞങ്ങൾ ഇവിടെ തോന്നുന്നു ഇത്രയും ചെയ്ത് തന്നെ നമുക്കൊരു പുണ്യം കണക്കിന് കുടിക്കുന്ന കേട്ടില്ല എന്ത് ചെയ്യാ അമ്മേനെ കുട്ടീനെ മാത്രമേ അപ്പൊ അത്രയുള്ളൂ. അപ്പൊ ഷെബിക്ക് കയറാൻ പറ്റാത്ത ഷെബിയുടെ പരത്തിന് അഞ്ചോട്ടം കയറി പൊന്നും കാർത്തും പിന്നെ 2 കുണക്കനും കൂടി കയറി. ആ നേരത്തെ ഞാൻ നടയുടെ മുമ്പിൽ ഒന്ന് നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചു. എൻ്റെ കണ്ണിന്ന് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പുറത്തേക്ക് വീഴാണ്ട് ശ്രദ്ധിച്ചത് ചെന്നത് മറ്റുള്ളവരെ അറിയിക്കണം. പക്ഷെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞോട്ടാ. ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലായ കുറച്ച് കാര്യങ്ങളുണ്ട്. കണ്ണ് നിറഞ്ഞു തുടങ്ങിയിട്ട് ഞാൻ 2-3 ദിവസമായി. എൻ്റെ കണ്ണ് ഈ പറഞ്ഞ വരി ഒരു കലക്കാണ്. കണ്ണിൽ നമ്മുടെ ബാത്റൂം അച്ഛനല്ലല്ലോ അതിന് ചാവിടാണ് പോയി ബാത്റൂമിൽ ഇരിക്കണ അച്ഛനുള്ള സമ്പാദ്യങ്ങൾ 2 ദിവസം കണ്ണ് നിറഞ്ഞിട്ട് അപ്പൊ നിറഞ്ഞിട്ട് കണ്ണ് നിങ്ങൾക്ക് കണ്ണ് കാണില്ലേ എന്താ വെച്ചാൽ കുഞ്ഞ് കണ്ട ആനയുടെ കണ്ട കെട്ടിക്കണത് പൂരം പറഞ്ഞ പുരുഷനാണ്. ആനക്കണ്ണ് എന്തെങ്കിലും കലക്കിയതൊക്കെ മാറും. എന്നാലും ഇങ്ങനെ കലക്കി നിൽക്കുക. നമ്മളെത്ര അങ്ങോട്ട് അല്ല സഹകരിച്ചാലും വേണോ വേണ്ട വെച്ചിട്ടിങ്ങനെ ആരെന്താ പറയുക നമ്മളെല്ലാത്തിനും സഹകരിക്കുന്ന ഒരാൾക്കാരാണ്. പക്ഷെ വേണ്ട എന്തെങ്കിലാട്ടെ ഇപ്പം അങ്ങനെ പോട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ വിഷമം നിങ്ങളോട് പറയാന്നുള്ളോട്ട് നമുക്ക് ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ ഞങ്ങൾക്ക് ആരോടും പറയില്ല. ഉള്ളത് പറയല്ലോ, ഞങ്ങൾക്ക് ആരോടും പറയില്ല. അപ്പം ആ വിഷമം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ എൻ്റെ എന്ന് പറഞ്ഞ കുറേ ഇന്നിപ്പോൾ ഗുരുവായൂർ പോയപ്പോഴും നമ്മളോട് ഇഷ്ടം കൊണ്ട് വന്ന വർത്താനം പറഞ്ഞാൽ അവരാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലുത്. അപ്പോൾ അവരോട് ഞാൻ അങ്ങനെ എൻ്റെ സങ്കടം എല്ലാ വീട്ടിലുള്ള സങ്കടങ്ങൾ തന്നെയാണ്. അത് ഞാൻ പറയണം മറ്റൊരു പറയുന്നില്ല. അത്രേ ഉള്ളൂ മാറ്റമല്ലേ. പോയാലും നമുക്ക് നിങ്ങൾ വെറുപ്പിക്കണില്ല. നിങ്ങൾ നാളേക്ക് സെറ്റാവുമെന്ന് വിചാരിക്കുക. സെറ്റാകുമ്പോൾ പിടിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കരണ്ട് വീണതാണ് കണ്ണില്. കരണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഊത്തിൽ നിൽക്കില്ല മക്കളെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത്ര നേരം നിങ്ങളെ വെറുപ്പിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ സിനിമ സാരി ഭംഗിയുണ്ട്, ഉണ്ണീന്റെ ഭംഗിയുണ്ട്. ഇതുപോലെ സാരിയുടെ കൂട്ടത്തില് ഉണ്ണീനെ കാണാൻ ഭംഗിയുണ്ട്. അത്ര പോലെ അതിന് വലിയ കഴിവൊന്നുമില്ല. എന്റെ മക്കള് ഇത്രയും നല്ല ഭംഗിയുള്ള മക്കളെ ജന്മം നൽകുക കഴിവല്ലേ. തീർച്ചയായിട്ടും എന്റെ അച്ഛൻ സുന്ദരനായ അച്ഛൻ്റെ ഷേപ്പിൽ മോളി അതായിക്കോട്ടെ. പിന്നെ എന്റെ മക്കൾക്ക് ഇപ്പൊ അന്ന് എന്തായാലും വരില്ല. അമ്മയുടെ അച്ഛന്റെ കളർ ഭംഗി തന്നെ ആയിക്കോട്ടെ. ഞാൻ അപ്പൊ അതും കൂടി വേണം. ആ ക്രെഡിറ്റ് വേണം തരാം. അപ്പൊ നിങ്ങള് എന്തായാലും നമ്മള് ഉള്ളു നേറിയിട്ടാണ് ഇപ്പൊ 2-3 ദിവസമായിട്ട് ഞാൻ ഇന്റെ ഒരു അവസ്ഥയാണ്. അപ്പൊ അത് ഞാൻ നിങ്ങളെ വെറുപ്പിക്കില്ലേക്ക് എന്താ പറയണ്ടത് ഒന്നുമില്ല. അപ്പൊ അതാണ്. അപ്പൊ വിഷമമുണ്ട്.
അപ്പൊ ഇത്രയും പറഞ്ഞ് നിർത്തണോ. ലാലേട്ടൻ എന്താ പറഞ്ഞത്? ലാലേട്ടൻ പറഞ്ഞത് ലാലേട്ടന്റെ ബിഗ് ബോസിൽ പോയി എന്തൊക്കെ പറഞ്ഞില്ലേ. വരുമ്പോ നിർത്തണവര് നിർത്തണോ. നമ്മള് ചാൻസിന്റെ ഒന്ന് പോവായിരുന്നു ബിഗ് ബോസിൽ നിന്ന്. പക്ഷെ ലാലേട്ടന്റെ വായന ശരിയാണ് പാത്രം പേരിക്കുന്നത് പുറത്തേക്ക്. ലാലേട്ടത്തിന് ചീത്ത കിടക്കാൻ ഭേദം. അത് ഓരോരുത്തരും തൊഴില് അത് അതിനനുസരിച്ചാണ്. അപ്പൊ നമ്മുടെ സീക്രട്ട് നമ്മുടെ സായി കൃഷ്ണ കയറിണ്ട്, അതായത് വെറുപ്പിന്റെ അറ്റത്ത് നമ്മൾ സ്നേഹമായി വരും. ആദ്യം ട്രോൾ ചെയ്തിട്ട് പിന്നെ ഞാൻ അവരെ വിളിച്ച് സംസാരിച്ച് പിന്നെ എന്നെ വിളിച്ചു. അപ്പൊ ഞങ്ങള് കുഴപ്പമില്ല. അപ്പൊ ഞങ്ങള് നല്ലൊരു സൗഹൃദം. നമ്മുടെ പൂജ ഓൾറെഡി എനിക്ക് ഇഷ്ടമായിരുന്നു ആ കുട്ടീനെ. ഇനി ഇങ്ങനെ അതിന്റെ ഉള്ളില് സായാലും പൂജയിലും അത് നമുക്കറിയില്ല. നമ്മൾക്ക് പോയി പരിചയമുള്ളവരെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സിജോനെ അറിയാം. അപ്പൊ മോഹൻലാലിനെ പിന്നെ ഓർമ്മ വെച്ചാൽ പണ്ട് ജനിച്ചെന്ന് കണ്ടപ്പോ ഓർമ്മ വെച്ച അന്ന് തൊട്ട് നമ്മള് മനസ്സിൽ കൊണ്ട് നടക്കുന്ന നമ്മൾ ലാലാണ്. ഇന്ന് ലൈഫിൽ കാണാൻ പറ്റിയില്ല. അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ നിരാശ. എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിക്കുക. എവിടെയെങ്കിലും വെച്ച് ഞാൻ കാണില്ല. വെള്ളം അല്ലാത്തപ്പോൾ പാട്ടില്ലേ വലിയ കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കോരോളം കിട്ടുള്ളൂ, കുന്നിക്കുരോളം കിട്ടില്ല. അപ്പം ലാലേനെ കാണുന്ന വെച്ചാൽ ആ എത്രയോ അറ്റത്ത് നിർത്ത് വീണുകൊണ്ട് കണ്ടാല എന്തെങ്കിലും ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് ജീവിക്കാം. അപ്പം എന്തായാലും പൂജയ്ക്കായാലും സായിക്കായാലും സിജോനായാലും ഓൾ ദി ബെസ്റ്റ്. നമുക്കറിയണത് അവർ തന്നെയാണല്ലോ. അതുകൊണ്ട് പൂജയായാലും നല്ലൊരു കുട്ടിയായിരുന്നു. നല്ല എനിക്ക് ഇൻ്റർവ്യൂവിന് എടുക്കുമ്പോൾ ഞാൻ ഷേപ്പി പറഞ്ഞിട്ട് അമ്മ നമുക്ക് വെറൈറ്റി മീഡിയത്തിൽ ഇൻ്റർവ്യൂ പറഞ്ഞു. അപ്പോൾ ഞാൻ പൂജയാണോ ചോദിച്ചിട്ട് ഞാൻ പോയിട്ട് പൂജയാണെങ്കിൽ പോവാം എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഇഷ്ടമായിരുന്നു. ഇനി എങ്ങനെ അത് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ അന്ന് ഓക്കെ സെറ്റായിരുന്നു, സംസാരിക്കാനും കാര്യങ്ങളും ഒക്കെ. ഇനി എങ്ങനെയാണ് അവർ കളിക്കുമ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ അല്ലേ. നമ്മുടെ തനി സ്വരൂപം അറിയണമെങ്കിൽ നമ്മളിങ്ങനെ 10-15 ദിവസമൊക്കെ എവിടെയെങ്കിലും ഒരുമിച്ച് വീഡിയോ ആണെങ്കിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ പോയാലോ. കക്കൂസേന്ന് ഭയങ്കര